അരുമതാതാ നിന്നനുഗ്രഹങ്ങൾ അടിയനിൽ നീ ചൊരിയണമേ. അരുമതാതാ നിന്നനുഗ്രഹങ്ങൾ അടിയനിൽ നീ ചൊരിയണമേ. അനുദിനം നിൻ കൃപ നൽകി അന്ത്യത്തോളം നടത്തിടണേ. അനുദിനം നിൻ കൃപ നൽകി അന്ത്യത്തോളം നടത്തിടണേ. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ 54-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. കർത്താവ് നമുക്ക് സഹായകനായിരുന്നതുകൊണ്ട്, കർത്താവ് നമ്മുടെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഇരുന്നതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ ഉണരുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും നമുക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ചില നിമിഷങ്ങളായിരിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 67-ാം വാക്യം: അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായി യേശു കർത്താവിനെ പരിഹസിച്ച വലിയൊരു കൂട്ടം ആളുകളെ നമുക്ക് തിരുവെഴുത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാ നിലകളിലും എല്ലാ മേഖലയിലും പെട്ട ആളുകൾ കർത്താവിനെ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മഹാപുരോഹിതന്മാർ കർത്താവിനെ പരിഹസിച്ചു. യഹൂദ ജനത്തിൻ്റെ മധ്യത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രിമാരും വേദപണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകൾ, മൂപ്പന്മാരായിട്ടുള്ള ആളുകൾ കർത്താവിനെ പരിഹസിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. എന്നാൽ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും കർത്താവിനെ ദുഷിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. കടന്നു പോകുന്നവർ കർത്താവിനെ ക്രൂശിക്കുന്ന അല്ലെങ്കിൽ ക്രൂശിതനായി കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട് കർത്താവിനെ ദുഷിക്കുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിവിധ നിലകളിൽ കർത്താവിനെ പരിഹസിച്ചതായി നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പദവികൾ ഓരോന്നും നാം ചിന്തിച്ചാൽ യേശു കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്ന വിശ്വസ്ത സാക്ഷിയാണ്, അഥവാ പ്രവാചകനാണ്. കർത്താവായ യേശുവിനെ പ്രവാചകൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം പിതാവാം ദൈവത്തിൽ നിന്ന് മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിനോട് അറിയിക്കുവാൻ കടന്നു വന്ന വിശ്വസ്ത സാക്ഷിയാണ്, പ്രവാചക ശ്രേഷ്ഠനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തെ പരിഹസിക്കുന്ന രംഗമാണ് നാം ഇപ്പോഴിവിടെ 67-ാം വാക്യത്തിൽ വായിച്ചത്. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 64-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നെ തല്ലിയത് ആർ എന്ന് പ്രവചിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിന്ദകൾ, പരിഹാസങ്ങൾ സ്വയം ഏറ്റുവാങ്ങിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ പരിഹാസത്തിന് കർത്താവ് മറുപടി നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നാം നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത്, നാം പരിഹസിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പരിഹാസം ഏറ്റുവാങ്ങിയതായിട്ടാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുവൻ്റെ മുഖത്ത് തുപ്പുമ്പോൾ എത്രമാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതേയുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ മുഖത്ത് തുപ്പിയില്ലെങ്കിലും നമ്മെ പരിഹസിച്ചുകൊണ്ട് നിലത്ത് തുപ്പിയാൽ പോലും നമുക്കത് സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ആ പരിഹാസവും നിന്ദയും എല്ലാം സ്വയം ഏറ്റെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജത്വം പരിഹസിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ, അഥവാ കർത്താവിനെ കാണുവാനായിട്ട് വിദ്വാൻമാർ കടന്നു ചെല്ലുമ്പോൾ യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ലോകത്തിൽ ജനിച്ച്
അധികാരം പ്രാപിച്ച അനേക രാജാക്കന്മാരുണ്ട്. പക്ഷേ ജനിച്ചത് തന്നെ രാജാവായി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് വിദ്വാൻമാർ കടന്നു ചെല്ലുന്നത്. പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെക്കുവാൻ വിദ്വാൻമാർ തയ്യാറായി നിൽക്കുന്ന രംഗം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവിൻ്റെ രാജ്യത്വത്തെ പരിഹസിക്കുവാൻ വേണ്ടി 27-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവൻ്റെ വസ്ത്രം അഴിച്ചൊരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞവൻ്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ചവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വവും പരിഹസിക്കപ്പെടുകയാണ്. ഒരു ചുവന്ന മേലങ്കി കർത്താവിനെ ധരിപ്പിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം മെടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ മുൾക്കിരീടം മെടഞ്ഞു വയ്ക്കുക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കിരീടധാരണം എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചിരിക്കുകയാണ്. കോലുകൊണ്ടവൻ്റെ തലയിലടിക്കുകയാണ്. ആ മുൾക്കിരീടത്തിലെ മുള്ളുകൾ കർത്താവിൻ്റെ ശിരസിൽ ആഴ്ന്നിറങ്ങുന്ന രംഗം നമുക്കവിടെ കാണുവാൻ കഴിയും. നമുക്ക് വേണ്ടി രാജത്വവും പരിഹസിക്കപ്പെടുന്നു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ അവൻ്റെ മേലങ്കി നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും പരിഹസിക്കപ്പെടുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയും. നാം 27-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന് അവകാശപ്പെട്ടു, ദൈവദൂഷണം പറയുന്നു എന്നാണല്ലോ കർത്താവിനെ കുറിച്ച് പറയുന്നത്, കുറ്റാരോപണമായി പറയുന്നത്. അതേ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം തന്നെയായിരുന്നു. അത് വ്യക്തമായി തൻ്റെ ജീവിതത്തിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും വ്യക്തമാക്കിയതാണ്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുന്ന പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നതായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതെ, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ താൻ സാരാംശത്തിൽ ദൈവമായിട്ട് പിതാവിനോട് സമത്വമുള്ളവനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ കർത്താവായ യേശുവിനെ പരിഹസിക്കുമ്പോൾ തൻ്റെ ദൈവത്വത്തെയും പരിഹസിക്കുകയാണ്. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങി വാ. കർത്താവിനെ പരീക്ഷിക്കുവാൻ പിശാചെടുത്തു വന്നപ്പോൾ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞത് ഈ സമയത്ത് നമുക്ക് ഓർക്കുവാൻ കഴിയും. പിശാചിൻ്റെ പരീക്ഷയുടെ മുമ്പിൽ താൻ പിശാചിനെ അനുസരിക്കുവാൻ തീരുമാനിച്ചില്ല. ഇവിടെ കടന്നു പോകുന്നവരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മറ്റും പ്രധാനികളും കർത്താവിനെ പരിഹസിക്കുമ്പോൾ അവരുടെ പരിഹാസത്തിന് ഉത്തരം നൽകുവാൻ കർത്താവ് ക്രൂശിൽ നിറങ്ങുവാൻ ആഗ്രഹിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? കർത്താവ് ക്രൂശിൽ മരിക്കുവാൻ തന്നെ കടന്നു വന്ന വ്യക്തിയാണ്. അപ്പോൾ തൻ്റെ ദൈവത്വം തെളിയിക്കുക എന്നുള്ളതായിരുന്നില്ല, പാപികൾക്ക് വേണ്ടി പരമയാഗമായി തീരുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് വേണ്ടി കഷ്ടങ്ങളും നിന്ദകളും അപമാനങ്ങളും സഹിച്ച, നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിൻ്റെ പാത പിന്തുടരുമ്പോൾ ഒരുപക്ഷെ നമുക്കും ലഭിക്കുന്നത് നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും കഷ്ടങ്ങളും മാത്രമായിരിക്കാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി എത്രയെന്നുള്ള വചനം നമുക്ക് ആശ്വാസമായിരിക്കട്ടെ. നമുക്കും ഈ നല്ല കർത്താവിൻ്റെ പാത പിന്തുടരാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം ശ്രദ്ധിപ്പാൻ ഇന്ന് രാവിലെയും അവിടെ തന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച അതേ നല്ല മാതൃക പിന്തുടരുവാൻ ഞങ്ങൾക്കും അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുവേ യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. മലിനതമാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മലിനതമാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം
പിതാവോതൻ മകളെ മരിപ്പതിനായി കുരിശിൽ കൈ